പുനലൂർ തെന്മല എന്നീ പ്രദേശങ്ങളെ പെറവന്തൂർ ഗ്രാമപഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന പത്തുപറ പാലത്തിന്റെ കൈവരികൾ തകർന്ന് നാളുകളായിട്ടും പരിഹാര നടപടികൾ എടുക്കാതെ അധികൃതർ. ഈ പാലത്തിന്റെ ഇരുമ്പ് കൈവരികൾ ഉൾപ്പെടെ തകർന്ന നിലയിലാണ്. ഇതാണ് അപകടാവസ്ഥ വർദ്ധിപ്പിക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ചാലിക്കര ആറിന് കുറുകെ പത്തുപറക്കടവിൽ പാലം നിർമ്മിക്കാൻ പത്തനാപുരം MLA-യും മന്ത്രിയുമായ KB ഗണേഷ് കുമാറാണ് ഫണ്ട് അനുവദിച്ചത്. പിറവന്തൂർ പഞ്ചായത്തിലെ വന്മള വാർഡിനെയും പുനലൂർ നഗരസഭയുടെ വിളക്കുവട്ടം വാർഡിനെയുമാണ് പത്തുപറ പാലം ബന്ധിപ്പിക്കുന്നത്. പത്തുപറ പാലം വഴി വന്മള, കറൂർ, പെരുന്തോൽ തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്ക് പുനലൂരിലെത്താൻ എളുപ്പമാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളും സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളും അനുദിനം ഇതുവഴി കടന്നു പോകുന്ന വഴിയാണിത്. കഴിഞ്ഞ മഴക്കാലത്ത് ചാലിക്കരാറ് കരകവിഞ്ഞതോടെയാണ് പാലത്തിന്റെ ഇരുമ്പ് കൈവരികൾ തകർന്നത്. ഇതാണിപ്പോൾ അപകട സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മഴക്കാലമായാൽ ചാലിക്കരാറിൽ വെള്ളമേറാൻ സാധ്യതയുള്ളതിനാൽ കൈവരിയില്ലാത്തതിനാൽ ഇതുവഴിയുള്ള യാത്ര ജനങ്ങൾക്ക് ദുസ്സഹമാകും. അതിനു മുമ്പ് അധികൃതർ ആവശ്യമായ സുരക്ഷാ നടപടികൾ ഇവിടെ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. പെറവന്തൂർ പഞ്ചായത്തിനെയും പുനലൂർ മുനിസിപ്പാലിറ്റിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. ഈ പാലം ഈ അവസ്ഥയിലായിട്ട് ഏതാണ്ട് 2 വർഷത്തോളമായിട്ടുണ്ട്. അപ്പോൾ മലവെള്ളപ്പാച്ചിലാണ് ഈ പാലത്തിന് ഈ ഗതി ഉണ്ടായത്. കാരണം ഇതുപോലൊരു പാലം ഇന്ന് കേരളത്തിൽ കാണുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അപ്പൊ കുറെ തടികൾ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൈവരികളൊക്കെ ഇപ്പം മലവെള്ളപ്പാച്ചിൽ പോയിട്ടായിട്ട് 2 വർഷത്തോളമായി. ഇതുവരെ അധികാരികൾ ആരും ഇതിനെപ്പറ്റി ഒരു ശ്രദ്ധ കൊടുത്തിട്ടില്ല. അപ്പൊ അത് മാത്രമല്ല, ഇവിടെ ഈ രാത്രിയായി കഴിഞ്ഞാൽ ലൈറ്റ് ഇല്ല. അപ്പൊ പെറവന്തൂർ പഞ്ചായത്ത് വന്മള വാർഡിൽ നിന്നും പത്തുപറയിലേക്കും പുനലൂർ ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ഒരു എളുപ്പ വഴികളിലൊന്നാണിത്. പിന്നീട് വഴിവിളക്കില്ലാത്തതുകൊണ്ട് തന്നെ സാമൂഹ്യ വിരുദ്ധ ശല്യം വളരെ കൂടുതലായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ പാലം റെഡിയാക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച് കൈവരി ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു വാഹനം അപ്പുറത്തോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ വളരെ ശക്തി കുറഞ്ഞ മെറ്റൽ കൊണ്ടാണ് ഇതിന്റെ കൈവരികൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ ഇത് പോയതെങ്കിൽ സ്കൂൾ കുട്ടികൾ രാവിലെയും വൈകിട്ടും പോകുന്ന സ്കൂൾ വാൻ ഇതുവഴി പോകുന്നതാണ്. പക്ഷെ ഇതുവരെ അധികാരികളുടെ ശ്രദ്ധ ഇങ്ങോട്ട് പതിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിന്റെ ഒരു സത്വര നടപടി ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളപ്പാച്ചിൽ വന്നിട്ട് തടി ഇപ്പോഴും ഇതിന്റെ സ്പാനിൽ അടിഞ്ഞുകൂടിയിരിക്കുക. അത് നീക്കം ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഇതുവരെ, സംവിധാനങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതും എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.